ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിരിയാണിയാണ്. ഈ ബിരിയാണിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും ഇടാം. പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ചിക്കൻ ബിരിയാണി. സത്യം പറഞ്ഞാൽ കുക്കിംഗ് അറിയാത്ത ഒരാൾ ജസ്റ്റ് ഒരു ബിഗിനർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒണിയൻ, അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് ചതച്ചിടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് എനിക്കൊരു ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നോൺ സ്റ്റിക്ക് ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിയൊന്നും പിടിക്കില്ല. മറ്റേതാകുമ്പോഴത്തേക്കും കുറച്ച് ഒട്ടി പിടിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ്റെ വരേണ്ട മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് ഗരം മസാല, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, ദെൻ കൊറിയാൻഡർ പൗഡർ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ട് ഒരു എമൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല, ദെൻ പിഞ്ച് ഓഫ് സോൾട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ നമ്മുടെ പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ചേർത്തിട്ട് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ ജിഞ്ചർ ഗാർലിക് ഇട്ടിട്ട് ഒണിയനും ആഡ് ചെയ്തിട്ട് കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കുറച്ചൊന്ന് നല്ല വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് വേണ്ടുന്ന സ്പൈസസ് ബാക്കിയായിട്ടുള്ള നമ്മുടെ ഗരം മസാല, നമ്മുടെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, ജസ്റ്റ് കുറച്ച് കൊറിയാൻഡർ പൗഡർ, നമ്മുടെ ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാം. തൈര് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഒരു ഫ്ലേവർ പുളിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, ആഡ് ആക്കണ്ട, കുഴപ്പമില്ല. അതിന് പകരം തൈരിന് പകരം വേണമെങ്കിൽ നമുക്ക് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം നല്ല മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഞാൻ റൈസ് ഇതിനകത്തിട്ട് കുക്ക് ചെയ്യാൻ നിന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇറ്റ്സ് ഫോർ എ ബിഗിനറിനുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ചിലപ്പോൾ എത്ര എമൗണ്ട് നമുക്കത് വെന്ത് കിട്ടുമെന്നുള്ള നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അരി വേവിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ചിക്കൻ്റെ മസാല വെന്തതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ നോർമലായിട്ട് ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദം ചെയ്തതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പാലും കൂടെ ചേർത്താണ്. ലാസ്റ്റ് കുറച്ച് ഗീയും കൂടെ ഇട്ട് ദം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി